വിചാരിച്ച പോലെ അല്ല. ഷൊർണൂർ നല്ല മഴ കേട്ടോ. ഞങ്ങൾ വേറെ ട്രെയിൻ മാറി കയറി. അതാണ് നമ്മൾ അങ്ങ് അടികുമാരേട്ടാ. പട്ട ചതിച്ച് എടാ പാലത്തിനടിയിൽ ലെഫ്റ്റ് അല്ലേ പറഞ്ഞേ. കാണുകയാണെങ്കിൽ കാണാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല. പർച്ചേസിന് വന്നു തന്നെയാണോ? അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. നമ്മൾ മോർണിംഗ് തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. നെന്മാറയിലാണ് ഉള്ളത്. നെന്മാറയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് പിള്ളേരൊക്കെ ഉണ്ട്, ജിഷ്ണു വിനീതണ്ണവരൊക്കെ ഉണ്ട്. നമ്മൾ നേരെ കോഴിക്കോട് പോകാനുള്ള പ്ലാനാണ്. നിങ്ങളെ തംബ്നെയിലിൽ കണ്ട പോലെ നമ്മളൊരു കോഴിക്കോട് ട്രിപ്പ് ഡെക്കാത്താലുണ്ട് ഓഫറും കൂടെ തിരഞ്ഞിട്ട് നടക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് നേരെ ഇപ്പോൾ നെന്മാറയിലാണുള്ളത്. ഏകദേശം സമയം ഒരു 5 മണി 5:15 നമുക്ക് നേരെ കൊടുവായൂർ പോയിട്ട് പിള്ളേരെയും വിളിച്ചിട്ട് പോകാട്ടോ. ഒരുത്തരും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരാളെയും കൂടെ പിക്ക് ചെയ്യണം നമുക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. ഞാൻ ഇപ്പോൾ കൊടുവായൂർ എത്തിയിട്ട് അപ്പോൾ സമയം ഒരു 6 മണിയായിട്ടുണ്ട്. വിനീതേട്ടൻ വന്നു. അങ്ങനെ പെരുമള്ളി ഞാൻ 4:30 അടിച്ചാട്ടാ. ആളെന്നിട്ട് ഇപ്പോൾ അവിടെ എത്തി. ഞങ്ങൾ എന്നിട്ട് അവിടെ കുറേ നേരം കൊടുവായൂർ വെയിറ്റ് ചെയ്ത് എന്നിട്ട് നടന്നില്ല. എന്നിട്ട് നമ്മളിതാ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുള്ളൂ. പാലക്കാട് കോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജിഷ്ണു ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ജിഷ്ണു ടിക്കറ്റ് എടുത്ത് അവിടെ നിൽക്കുമായിരിക്കും. എന്നാൽ ഇങ്ങനെ വള്ളിയാക്കാൻ വേണ്ടിയിരിക്കുന്നത് ഇതൊക്കെയാണ്. അക്കു വീഡിയോ കണ്ടെങ്കിലേ ഞാൻ അവിടെ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ജിഷ്ണു ടിക്കറ്റ് എടുത്തുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ ട്രെയിന് കയറിയിട്ട് വരാം കേട്ടോ. നമ്മൾ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കും. മഴയൊക്കെ ഉണ്ടായിരുന്നു കാലത്ത് തന്നെ, കുഴപ്പമില്ല. നമുക്ക് നോക്കാം എന്തായാലും. ജിഷ്ണു വെയിറ്റിങ്ങാ, വേഗം കൊടുക്ക്. 3 കാലിക്കായിട്ട്. അതെ, ടിക്കറ്റ് എടുത്തോട്ടെ. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ അപ്പുറത്ത് അങ്ങോട്ട് പോകണം. ടിക്കറ്റ് എടുത്തോട്ടെ. നമ്മളിതാ ഇത് കോട്ടക്ക് ബാഗിലിട്ട് നമ്മൾ ട്രെയിൻ കയറട്ടെ. ട്രെയിൻ കയറിയിട്ട് വരാം. ജിഷ്ണു വിനീതണ്ണൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടെ. ജിഷ്ണു വേഗം ബാഗ് സെറ്റാക്ക്. അതെ, അവിടെ നമുക്ക് പോകട്ടെ. ചേട്ടാ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ജിഷ്ണുടി സീറ്റുണ്ടോ? നമ്മൾ ഇന്നലത്തെ ലൈവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ യൂക്കാലീസായ അത് നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ ലൈവ് കാണും. നമ്മളിപ്പോൾ പാലക്കാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ജിഷ്ണു ഉണ്ട്, വിനീതേട്ടനൊക്കെ ഉണ്ട്. വിനീതേട്ടൻ കുറച്ച് നമ്മളെ വൈകിപ്പിച്ചെങ്കിലും നമ്മൾ കൃത്യസമയത്ത് എത്തി ടിക്കറ്റൊക്കെ എടുത്ത് കയറിയിട്ടുണ്ട്. ഇനി ഒരു 9:15 കോഴിക്കോട് എത്തും. എന്താണ് എന്ത് ട്രെയിന് വിനീതേട്ടൻ കയറുന്നതല്ലേ? എന്ത് മിസ്സാകണല്ലേ? നിൽക്കേണ്ട കാര്യം ഇല്ല. അതിനെ ഞാൻ 4 മണിക്ക് പിന്നെ എന്ത് വേണ്ടിയിട്ട് എനിക്ക് ഞാൻ മാറിയെന്നല്ലേ ജിഷ്ണു കഴിക്ക് 4 മണിക്ക് ഞാൻ വിളിച്ചിട്ട് ഒരു പ്രാവശ്യം വിളിച്ചു. അപ്പോൾ അങ്ങനെ പറയടാന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെയും 4 മണി കഴിഞ്ഞിട്ട് 4:30 5:15 ഞാൻ 4 മണിക്ക് എണീച്ചിട്ട് വിളിച്ചു. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു. അപ്പോഴും ഇങ്ങനെ വിളിച്ചിട്ട് പറയടാന്ന്. അങ്ങനെയായിരുന്നു. പക്ഷെ ഞങ്ങൾ എന്തായാലും ട്രെയിനിലെത്തി കയറി. ഇനി കോഴിക്കോട് എത്തിയിട്ട് നമ്മുടെ വേറൊരു ചങ്ങായും കൂടെ വരാണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ അതെ വള്ളിത്തോട്, വലിയ വള്ളിത്തോട്. അപ്പോൾ ഞാൻ ആള് വന്നിട്ട് കാണിച്ചു. ഉച്ചയാകുമ്പോൾ എത്തുന്ന പറഞ്ഞു. നമുക്ക് നോക്കാം. അപ്പോൾ പോണ വഴിയിൽ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കാണാം. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മളെത്തി. ആര് എനിക്ക് സംഭവം എന്താണെന്ന് വെച്ചാൽ അക്കുവിന് നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കട്ടാ. അക്കു എന്താണ്, നമ്മൾ വിനീതേട്ടൻ വന്നിട്ടില്ല. വിനീതേട്ടൻ നമ്മളെ വൈകിച്ചു, ട്രെയിന് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അക്കുവിനെ പറ്റിച്ചുകൊണ്ട് അക്കു ഇത്ര നേരം അറിഞ്ഞിട്ടില്ല. അക്കു വരുമ്പോൾ അറിയട്ടെ. അതുവരെ ഞങ്ങളത് എത്ര നേരം പിടിച്ചിരിക്കാൻ പറ്റും നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും കോഴിക്കോട് എത്തി നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. അടുത്ത പരിപാടി എന്താണെന്ന് പ്ലാൻ ആക്കിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കില്ലേ. നല്ല ഫുഡ് എവിടെയാണ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി ഫുഡ് കഴിക്കുക. അതൊക്കെയുള്ള പരിപാടി. നമ്മൾ ഇറങ്ങാനുള്ള സമയം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. മോർണിംഗ് അല്ലേ, ഇതാണ് കൃത്യസമയത്ത് എത്തിച്ച് ഈ ട്രെയിനായിട്ട്. ഞങ്ങൾ വിചാരിച്ചു ഡിലേ ആവുന്നു. അത് കറക്റ്റ് ടൈമിങ്ങാണ്. അങ്ങനെ നമ്മൾ കോഴിക്കോട് ഇറങ്ങിയിട്ടാ. ഇനി നമുക്ക് അടുത്ത പരിപാടി ആദ്യം പോയിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ ജിഷ്ണു ഇനി തന്നെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ആദ്യം പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ജിഷ്ണു വരെ കളിയാണല്ലോ. അതെ,
പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി വന്ന് ഹോട്ടലിൽ തപ്പി വന്നപ്പോൾ മുട്ടായി തെരുവിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വന്നു. അപ്പോൾ അവിടുത്തെ വിഷ്വലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഇതാരുണ്ട് വിഷ്ണുവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കാലത്ത് എന്തെങ്കിലും കഴിക്കണം ലേറ്റായിട്ട്. അപ്പോൾ ഇതോടെ ഒരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് എന്താ ചെയ്യണം അവിടെ ഇരുന്ന് തീരുമാനിച്ച് നോക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് തരാം. വിഷ്ണു തരാ ഞങ്ങളെ ഭക്ഷണം കഴിക്കാണ്. ഫുഡ് കഴിച്ചിട്ട് തരാം. നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. നല്ല വെയിലായിരുന്നു. കോട്ട് കുറച്ച് ബാഗിലിട്ടുണ്ടായിരുന്നു. വിനീതൻ്റെ ഐഡിയ കേട്ടോ. വിനീതൻ്റെയാണ് ജിഷ്ണുവിൻ്റെ ഐഡിയ ആണ്. ശരി, മഴ വരുമ്പോൾ ഇതൊന്നും പറയണം. നോക്കാമല്ലോ നമുക്ക്. പിന്നെ ആരുടെ ഐഡിയ എനിക്ക് തോന്നുന്നില്ല മഴ. ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ കുറച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ മഴ പെയ്തല്ലാതെ പെട്ടെന്ന് മാറും. അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ബാഗിൽ കോട്ടൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ബാഗ് ചുമക്കാണല്ലോ. അതാ ഞാൻ ഫ്രീ ആയിട്ട് വന്നാണ്. നമുക്ക് നോക്കാം. ഞാൻ അടുത്ത പരിപാടി എന്തെങ്കിലുമൊക്കെ പ്ലാൻ ആക്കണം. നോക്കട്ടെ. ഫ്രണ്ടിൽ എന്തോ ഒരു കുളം, എന്തോ ഒരു വ്യൂ പോയിന്റ് ഇല്ലേ? ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്ക് അത് ആദ്യം പോയി നോക്കാനുള്ള പ്ലാൻ കേട്ടാ. ബസ് കാര്യങ്ങളൊക്കെ പോകണ്ടേ. ആ വ്യൂ പോയിന്റ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. പോയി നോക്കാം. ഒരു ഗേറ്റൊക്കെ കാണണ്ട. ആ ബസ് പോകണം. ആ ഒരു ഏരിയയിൽ കുറച്ച് ഗേറ്റ് പോലെ എന്ത് കാണണ്ട. അത് അടച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. എത്ര മണിക്കാണ് തുറക്കണമെന്നൊന്നും അറിയില്ല കേട്ടോ. പോയി നോക്കാം. അല്ലെങ്കിൽ ഇതിയെ കുറച്ച് ഇങ്ങനെ നടക്കുക, കുറച്ച് ഇല്ലടിക്കുക. അപ്പോഴേക്കും നമ്മുടെ അപ്പുചേട്ടൻ വരാം. അപ്പുചേട്ടൻ വിളിക്കാം. അപ്പുചേട്ടനെ വേഗം വരുത്തിക്കണം. അതാ നമ്മുടെ ആ പറയും പറഞ്ഞോ. നോക്കാം. ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ നിങ്ങൾ? എന്താ നല്ല രസമുണ്ട് കേട്ടാ. പാലത്തിൻ്റെ അടിയിൽ ലെഫ്റ്റ് അല്ലേ പറഞ്ഞേ? അപ്പം നമ്മൾ ഡെക്കാത്തലോൺ പോകാനുള്ള പ്ലാനായിട്ടാ. നമുക്ക് ഈ പാലത്തിൻ്റെ അടിയിൽ ലെഫ്റ്റ് നടക്കണം. എന്ത് ഓഫർ? അപ്പോൾ വെറുതെ ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഓഫറുള്ള ടൈമൊക്കെ അല്ലേ? അതെ, ഇപ്പോൾ ഓഫറുള്ള ടൈമൊക്കെ അല്ലേ? അപ്പോൾ ഒന്ന് കയറി നോക്കാം. ഇവിടെ പോലീസൊക്കെ നിൽക്കുന്നുണ്ട്. എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ നേരെ അങ്ങോട്ട് നടക്കുന്നു, കയറുന്നു. ഓഫർ എന്തൊക്കെയാണ് നോക്കുന്നത്. എന്തെങ്കിലും പർച്ചേസ് ചെയ്യേണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്നു. അപ്പോഴേക്കും ടൈമാവും. ഫ്രണ്ട് ആ മറ്റേ ചങ്ങായും കൂടെ വരാനുണ്ട്. നമ്മുടെ കണ്ണൂരിൽ നിന്ന് ആളും കൂടെ വന്നാൽ നമുക്ക് നേരെ ബീച്ചിൽ പോയിട്ട് ഒരു തകർക്കൽ ഇതാക്കും. അതെ, നമ്മൾ കുറച്ച് നേരം എന്തായാലും ഇവിടെ പോസ്റ്റാണ്. വിഷ്ണു ബസ്സിൽ നിന്ന് ഉറങ്ങിയിട്ടൊക്കെ കേട്ടാ. അവനൊരു 10 മിനിറ്റ് കിട്ടി. 10 മിനിറ്റ് സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഞങ്ങൾ എന്തായാലും നേരെ നടക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഡെക്കാത്തലോൺ എത്തി. ഡെക്കാത്തലോൺ ഓഫർ കാര്യങ്ങളുണ്ടോയെന്നൊന്നും അറിയില്ല. ഓഫർ കണ്ടെന്നുള്ളത് സത്യം തന്നെയല്ലേ വിനീതേട്ടാ? കയറി നോക്കണം. അങ്ങനെ നമ്മൾ ചേട്ടാ ഡെക്കാത്തലോൺ എത്തി. ഐ ലവ് ഡെക്കാത്തലോൺ. നേരെ ഫ്രണ്ടിലേക്ക് കയറി നോക്കാം. ഓഫർ ഉണ്ടോ കാര്യങ്ങൾ. ബോർഡൊന്നും കാണാനില്ല. അറിയില്ല, കേരളം ഫുള്ളുണ്ടെന്നാണ് പറഞ്ഞു. കയറി നോക്കാം. ഡെക്കാത്തലോണിൽ കയറിയിട്ട് ഫുള്ള് ചെക്കിങ് ആട്ടാ വിനീതേട്ടാ. എങ്ങനെയുണ്ട് വിനീതേട്ടാ? ഫങ്ഷൻസ് ഒക്കെ വർക്കിംഗ് ആണോ? സെറ്റാണോ? ശരി, നമുക്ക് ഡെയിലി കാലത്ത് വരാം. എന്നിട്ട് ഫുള്ള് ഓടുന്നതാ ഈ തലക്ക് വരെ വർക്കൗട്ട് ചെയ്തിട്ട് തലക്ക് വരെ വർക്കൗട്ട് ചെയ്യാം. നോക്കട്ടെ ഏട്ടാ. നമ്മൾ ടെൻ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കട്ടെ എന്താ എങ്ങനെ. അടിപൊളിയാണ്. ഞങ്ങളുടെ ടീമിനെ ടെൻറ്റിന് ഒരെണ്ണം എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. 2 പേരുടെ ടെൻറ്റാണ്. 3 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് നോക്കട്ടെ. നമ്മുടെ ടീമിന് എടുക്കാൻ പറ്റും. കുറേ മെമ്പേഴ്സും കൂടി ഉണ്ട്. അവരും കൂടെ വരണം. എന്നാലും അറിയുള്ളൂ. അപ്പോൾ അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കാം. ഓഫർ ഉണ്ട് പറഞ്ഞു. അത് ചില സാധനങ്ങൾക്കേ ഉള്ളൂ. അപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നോക്കട്ടെ. മറ്റേ പണ്ട് ലാലേട്ടൻ 6-ാം നമ്പുരാനിൽ കിടക്കണ പോലെ ഇങ്ങനെ ഇല്ലേ? ആ ഒരു സാധനമല്ലേ? നമ്മളങ്ങനെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കട്ടാ. നമ്മുടെ ജിഷ്ണു ഇനി തന്നെ ഇതൊക്കെ അടി മോനെ നോക്കട്ടെ. അതെ, അങ്ങ് അടി കുമാരേട്ടാ. പൗഡറില്ല എടാ. ഗെയിം കളിച്ചോണ്ടിരിക്കുക. ഡെക്കാത്തലോണിൽ ഓഫർ ഉണ്ട് പറഞ്ഞ വന്നിട്ട് ഡെക്കാത്തലോണിൽ സൈക്കിൾ ഓട്ടാൻ വന്നതാ. ഇതാടെ സത്യം പറ. നിങ്ങൾ പർച്ചേസിന് വന്ന തന്നെയാണോ? ഏത് ഇതാ പർച്ചേസിന് വന്ന തന്നെയാണോ? സൈക്കിൾ എടുക്കുന്ന ഒഴുത്തനടി. ഏതാ മൂഡ്? തൊലക്കല്ലാട്ടാ. ഡാമേജ് ആക്കിയ പൈസ കൊടുക്കേണ്ടി വരും കേട്ടാ. പിന്നെ ചേട്ടാ അവിടെ നിന്ന് സ്കില്ല് ഒരു റൈഡ് ഇങ്ങനെ സൂന്ന് ഇങ്ങനെ ചരിച്ചുവാ തകർത്തതിരിക്കട്ടോ. സൈക്കിൾ എടുക്കുക, മിഷനിലിരിക്കുക, അത് കയറി ഇതൊക്കെ പരിപാടിട്ടാ.
അവിടെ വെച്ചാ ഇനി നിങ്ങൾ പർച്ചേസ് ചെയ്യണില്ലേ? പർച്ചേസ് ചെയ്യണ്ട പറ. പർച്ചേസ് ചെയ്യണ്ടേ? ഞാൻ 2 ഇതെടുത്തു ഷോർട്സ്. വാ എടുക്കാം. വിഷ്ണു വാ 2 ഷോർട്സ് എടുക്കാം. എടാ വീട് കൂട്ടാ. കേട്ടോ ആ പെട്ട് മോനെ കേട്ടോ. അല്ല പിന്നെ എവിടെയെങ്കിലും അടിച്ചോളാം. മതി 12 മണിക്ക് നമ്മൾ ഇത്ര നേരം പർച്ചേസിങ് ആയിട്ട് ഇപ്പോൾ ഏകദേശം 1:30-2 മണിയായി. വിനീതേട്ടന് കുറച്ച് സാധനം എടുത്തിട്ടുണ്ട്, ഞാനും എടുത്തിട്ടുണ്ട്, നമ്മുടെ ജിഷ്ണുണ്ട്, പിന്നെ നമ്മുടെ ഒരു ചങ്ങായും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. 30 പാലക്കാട് നിന്ന്. പിന്നെ നമ്മുടെ കണ്ണൂരിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട് പറഞ്ഞില്ല. ആളൊരു 3 മണിയാകുമ്പോൾ എത്തും. 3 മണിയാകുമ്പോൾ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാട്ടാ. സംഭവം പർച്ചേസ് ചെയ്ത് ഇനി തന്നെ എത്രയായി? 4,500 വിനീതേണ്ട മാത്രമായിട്ടാ. എൻ്റെയും 4,560. എങ്ങനെ പോലെ ഒരു 10,000 റുപ്യൻ്റെ പർച്ചേസ് ഇപ്പം നടന്നു. ഞാൻ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കി. അതെ ജിഷ്ണു ഉണ്ട്, വിനീതേട്ടനുണ്ട്, പിന്നെ അർജുൻ ഇപ്പോൾ നെന്മാറയിൽ നിന്ന് ഇവിടെ എത്തിയുള്ളൂ. പക്ഷേ നെന്മാറയില്ല, കൊടുവായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മെല്ലെ തിരിച്ചിറങ്ങണം. ഒരാളും കൂടെ വരാണ്ട്. വിനീതേട്ടാ പിന്നെ അടുത്ത പരിപാടി വഴി നല്ല ബിരിയാണി. എവിടെ പോവാ ബിരിയാണിക്ക്? പേരങ്ങളിൽ വൈകിട്ട് പോവാ. ജിഷ്ണു വേറെ എവിടെ പോവാ? അപ്പൊ റഹ്മത്ത് പോവാ, മന്തി കഴിക്കാട്ടോ. അതാണ് അടുത്ത പരിപാടി. നമുക്ക് എങ്ങനെ പോവാ അവിടുന്ന്? ഇവിടുന്ന് എങ്ങനെ പോവാ? പാണ്ടിലോറി ഓടിച്ച് ലിഫ്റ്റെങ്കിൽ. അപ്പൊ റഹ്മത്ത് പോയിട്ട് ബിരിയാണി കഴിക്കാം. അപ്പോഴേക്കും നമ്മുടെ അക്കൂസേട്ടൻ വരും. അക്കൂസേട്ടനാണ് വരുന്നത്, കണ്ണൂരിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് നോക്കാട്ടാ. ഓഫർ ഉണ്ട് പറഞ്ഞിട്ട് എന്താ തോന്നുന്നത്? ഉപകാരപ്പെട്ട പൈസ പോയില്ല, വെറുത്താണ്. പക്ഷെ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചൊന്നും കിട്ടുന്നില്ലല്ലോ. അതെ, ഓഫർ ഉണ്ട് പറഞ്ഞ് വെറുതെ പറ്റിക്കായിരുന്നു. അതെ, ഓഫർ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് വെറുത്തല്ല. സാധനങ്ങളൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അടുത്ത് അന്ന് വിഷുള്ള എന്നെ കൊണ്ട് അങ്ങോട്ട് നോക്കണമെന്ന് അങ്ങനെ കോഴിക്കോട് തെരുവുകളിലൂടെ ഞങ്ങൾ മന്ദം നടക്കുകയാണ്. അവിടെ അങ്ങോട്ട് തിരക്ക് നോക്കി ഞങ്ങൾ മാർക്കറ്റ് ഏരിയ കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുക. അവിടെയാണ് ഇതാ ട്രെയിൻ ഇങ്ങനെ പോകുന്നു. വിനീതേട്ടൻ അവർ അങ്ങോട്ട് നടക്കുന്നു. ഇങ്ങോട്ട് കിടക്കണോ വിനീതേട്ടാ? അപ്പുറം കിടക്കണോ? അപ്പോൾ നമുക്ക് എന്തെങ്കിലും അപ്പുറം കിടക്കാം. ട്രെയിന് പോയി കഴിഞ്ഞാൽ കിടക്കുക നോക്കാം. അതല്ല റഹ്മത്ത് എവിടെ? അങ്ങനെ നമ്മൾ റഹ്മത്ത് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ്. കയറി നോക്കാം എന്താ അവസ്ഥ. തിരക്കൊക്കെ ഉണ്ടോ? അക്കു വന്നിട്ടില്ല. അക്കു വരുന്നുണ്ട്. അക്കു ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. വിനീതേട്ടൻ അക്കു കൂടെ പോയിട്ട് വിളിച്ചിട്ട് വരാമെന്ന് പോയിട്ട് വരാവാറ്. റഹ്മത്ത് എത്തിയിട്ട് അവിടെ ഇരിക്കുകയാണ്. സംഭവം നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല തിരക്കുണ്ട്. അപ്പം എന്തായാലും നോക്കട്ടെ, കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. ഇത് മട്ടൻ, അത് 2 ബീഫ് കിട്ടാം. റഹ്മത്തിലെ എന്താണ് ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പറയാം. കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. സമയം 3 മണിയൊക്കെ. വിനീതേട്ടനും അപ്പും വരും. വിനീതേട്ടൻ അപ്പനും വിളിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അവർ 2 പേരും കൂടെ വരും. ഞങ്ങളപ്പോഴേക്കും നല്ല വിശപ്പ്, വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ കഴിക്കണം. അവർ വന്നിട്ട് അവർ കഴിക്കും. ഒരു കുണ്ട. ദിസ് ഈസ് ഫ്രം അക്കു, ഫ്രം വള്ളിത്തോട്, കണ്ണൂർ തായിട്ട് എത്തിയിട്ടുള്ളൂ. ബാക്കി നമുക്ക് വഴിയെ പറയാം. ബീച്ചിലൊക്കെ പോയിട്ട് കേട്ടോ. ബിരിയാണിനെ കുറിച്ച് അക്കു 2 വാക്ക് സംസാരിക്കണം. ബിരിയാണി എന്താ 20 തരാൻ മടിയേട്ടാ? സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ചേട്ടാ പറ. ആരൊക്കെ? ബീഫും ഞാൻ മട്ടൻ ഫുൾ അക്കി കഴിച്ചു. അവർ 2 പേരും ബീഫ് ഫുൾ വെച്ചിരിക്കും. മട്ടൻ അടിപൊളിയാണ്, നൈസായി. പക്ഷെ ബീഫാണ് അടിപൊളി. ബീഫാണ് സൂപ്പർ. ചിക്കൻ കഴിച്ചില്ലല്ലോ? ഇല്ല ചിക്കൻ നമ്മുടെ നാട്ടിൽ കിട്ടണത് അറിയില്ല. ചിക്കൻ കഴിക്കാനുള്ള ഭാഗ്യം കിട്ടില്ല. ജിഷു പീസ് എടുത്താ നറുതിൻ്റെ കുടിക്കണ്ട? നറുതിൻ്റെയും കൂടെ കുടിച്ചിട്ട് പോവാം. പാല് നറുതിൻ്റെയും കുടിച്ചിട്ട് ഞങ്ങൾ നല്ല ബീച്ചിൽ പോകാനുള്ള തയ്യാറെടുപ്പാട്ടാ. അച്ഛന് വീഡിയോ ഓണാക്കി ശരി വരും. അതാ കോമഡി. അതല്ല വിനീതേട്ടൻ
അപ്പൊ എത്ര കിലോ അപ്പൊ എന്താ 80 കിലോ ഉണ്ടാവും. നമ്മള് മലകയറാൻ പറ്റില്ല. നിങ്ങള് കേറില്ല. കഴിഞ്ഞ പ്രാവശ്യം കൂടെ പക്ഷെ കേറിയില്ല എന്ന് പറയില്ല. കഴിഞ്ഞ പ്രാവശ്യം കേറി മലമ്പുഴ മലമ്പുഴയിലെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. മലമ്പുഴയിലെ വീഡിയോസ് നമ്മുടെ മാനേജർ അടുത്ത മാസം കല്യാണമാണ്. അടുത്ത മാസം കല്യാണം. അക്കുസേട്ട അടുത്ത മാസം കല്യാണമാണ്. എന്റെ സബ്സ്ക്രൈബേഴ്സ് ചേട്ടനാ അക്കുസേട്ടാ സബ്സ്ക്രൈബേഴ്സ് ഒരു ഹായ് കൊടുക്കും. ഇല്ല. ഓട്ടോ ആണെങ്കിൽ എന്താ ഓട്ടോ ആണെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല. ഓട്ടോ ഒന്ന് ഇറങ്ങിയിട്ട് പറയാം. എന്നാ ഓട്ടോ ഇറങ്ങി സബ്സ്ക്രൈബറിന് ഒരു ഹായ് കൊടുത്താൽ സബ്സ്ക്രൈബറിന് ഒരു ഹായ് കൊടുത്താൽ ബിരിയാണിനെ കുറിച്ച് 2 വാക്ക്. 2 വാക്ക് പറ. മട്ടൻ ഞാൻ കഴിച്ചില്ല. മട്ടൻ എനിക്ക് വേണ്ട. മട്ടൻ ഞാൻ കഴിച്ചു. മട്ടൻ അടിപൊളിയാണ്. റൈസ് തന്നെ അടിപൊളിയാണ്. ചിക്കൻ്റെതായ ടേസ്റ്റ് ഉണ്ട്. മട്ടൻ്റെതായ ടേസ്റ്റ് ഉണ്ട്. എന്നാ പിന്നെ അങ്ങനെ ഇങ്ങോട്ട് സ്പൂണില് കുറച്ച് റൈസ് ഒട്ടിയേക്കൂല. അതിങ്ങനെ എനിക്ക് ബാക്കി വെച്ചു. ഞാൻ അത്ര കഴിച്ചില്ല. അങ്ങനെ നമ്മൾ അത് ഇവിടെ നടക്കാം. മതി വേണ്ട 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 മതി മതി മതി. അങ്ങനെ നമ്മൾ ബീച്ചെത്തിയിരിക്കുക കേട്ടോ. തള്ളി മറിച്ച് എല്ലാവരും കൂടെ ബീച്ചെത്തി. പൈസ കൊടുക്കുന്നത് അർജുന പൈസ കൊടുത്തോ? അർജുന അക്കും വിനീതണ്ണ കൂടി നൈസായിട്ട് കുറിക്കിട്ട് ഞങ്ങൾ ഇറങ്ങിക്കൊണ്ട് മിണ്ടാടെ വന്നു. അപ്പോൾ നമ്മൾ ബീച്ചെത്തി. ബീച്ചിൽ കുറേ നേരം കാണാം, കാഴ്ചകളൊക്കെ കാണാം. ഞാൻ അച്ചാല് വെച്ചാൽ അതിഥി നടക്കുന്നത് നമ്മുടെ എന്ത് ചാലഞ്ചാ. അതെ, എനിക്കെന്നും ചാലഞ്ചാണ്. എന്ത് ഫോട്ടോ എടുക്കാൻ മുകളിൽ കയറാനാ? എന്ത് പണിയാക്കൂ എടാ? വല്ല ചരിത്രപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ സ്മാരകമാണ് ഈ സീനാണ് കേട്ടോ ജിഷ്ണു. എടാ സ്മാരകമാണ് ഈ സീനാണ്. കണ്ടത് ചാടി കയറിയിട്ടാ ജിഷ്ണു. നമ്മളെന്തായാലും കുറച്ച് കടൽ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവിടെ നല്ല വിഷ്വൽസ് ഞാൻ നല്ല കിടിലൻ ഷോർട്സ് എടുത്ത് ഞാൻ കാണിച്ചു തരാം. സെലിബ്രേഷൻ ഒന്നും ഇല്ലടാ ചൈനീസ്. ക്ലിയർ കുറവാണ് കേട്ടോ യാത്ര. അതെ ക്ലിയർ കുറവാണ്. നെറ്റ്വർക്കിന് ഇഷ്യൂസ് നമ്മളിപ്പോൾ കോഴിക്കോട് ബീച്ചിലുള്ള അക്കുവിന് ആരോ ഫ്രീ ആയിട്ട് പട്ടം കൊടുത്തു. അപ്പോൾ പട്ടം റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ അവന്മാർ. എന്നിട്ട് അക്കു പട്ടം ഇത്ര ആർത്തിയോടെ പിടിക്കാൻ പറ്റില്ല കേട്ടാ. പട്ടത്തിന് വേണ്ടി അടിയാക്കണ തന്തമാരിട്ടാ. അങ്ങനെ വേണമെങ്കിൽ പറയാം. വിനേട്ടാ ആ ഏത് നൊസ്റ്റാൾജിയ അല്ലേ? ഒക്കെ പറത്തിയില്ല. എടാ ഗ്യാസ് കുട്ടീനെ ഇടിച്ചു വീഴ്ത്തിട്ടോ വിനീതേട്ടൻ. പട്ടം കുടുങ്ങിട്ടാ. പട്ടം ചതിച്ച് വിനീതേട്ടാ, പട്ടം ചതിച്ചു നിങ്ങളെ. പട്ടം കുടിക്കാതാ അർജുന്റെ പോക്കറ്റിൽ കൂടെ അർജുന്റെ അവിടെ വിനീതേട്ടൻ്റെ മോതിരം പട്ടവും പിടിച്ച് അക്കൂട്ടാ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വൻ സീനാണ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കോഴിക്കോട് ബീച്ച് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ എത്ര നേരം ലൈവ് പോവായിരുന്നു. അപ്പോൾ ലൈവിൽ നിങ്ങളെ കുറച്ച് വിഷ്വൽസ് കണ്ടിട്ടുണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്കിയോ കോഴിക്കോട് ബീച്ച്. അപ്പോൾ ഈ കാഴ്ചകൾ കണ്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകണം. നമുക്ക് ഏകദേശം ആ ഒരു ഏരിയ കണ്ട ആ ഒരു ഏരിയക്ക് നടക്കാനുള്ള പ്ലാനായിട്ട് നമുക്ക് എത്തുമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാട്ടാ. ക്യാമറ ഓണാക്കി അക്കു ഓടൂട്ടാ.
അക്കു എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് പ്രതികരിക്കണ ഈ ക്യാമറ ഓൺ ആക്കാൻ മതി. ക്യാമറ ഓൺ ആക്കി അക്കു ഇത്രേ ഉള്ളൂ, ക്യാമറ ഓൺ ആക്കി ഇത്രേ ഉള്ളൂ. എന്ത് അത്യാവശ്യം പട്ടമൊക്കെ പറത്തുണ്ട് കേട്ടോ. കുട്ടികളാണോ വലിയവരാണോ എന്നറിയില്ല. പിന്നെ നമുക്ക് അവിടെ ഏരിയയിൽ പട്ടം കച്ചവടം കിട്ടും. ഓ ഓർമ്മയുണ്ട് കേസ്. ഡബിൾ ലെയർ കേട്ടോ പട്ടം, ഡബിൾ ലെയർ പട്ടോട്ടാ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകട്ടെ. ഇതൊക്കെ തന്നെ ബീച്ചിലുള്ളൂ. പിന്നെ ഈ ക്രൗഡിൽ നിന്നിട്ട് ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ടാലും ഭയങ്കര ബോറടിക്കും. അതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ച് ഷോർട്സ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കടലിലെ മനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെന്തായാലും ആ ഒരു ഏരിയക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് സൺസെറ്റ് കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. എന്നാലും നമ്മളിവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ട്, അർജുൻ എല്ലാവരും. അപ്പോൾ ഇന്ന് ആ ഒരു കിടിലൻ വ്യൂ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു വീഡിയോ എടുത്ത് പോയി കണ്ടിട്ടില്ല. അങ്ങനെ മച്ചന്മാരെ നമ്മുടെ എന്താ പറയുക കോഴിക്കോട് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ കോഴിക്കോട് ബീച്ച്. കോഴിക്കോട് ഇന്ന് വന്ന് കറങ്ങി ഇത്ര നേരം ബീച്ചിലായിരുന്നു കേട്ടോ. അടിപൊളി വൈബായിരുന്നു. ഇവിടുന്ന് കുറച്ച് സബ്സ്ക്രൈബറിനൊക്കെ എനിക്ക് കിട്ടി, കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടി, എനിക്ക് എല്ലാവർക്കും കിട്ടി. അപ്പോൾ അതാ നമ്മുടെ ജിഷ്ണു ഇവിടെ അമ്മമാരെ കൊണ്ട് സംസാരിച്ചിരിക്കുക കേട്ടോ. കുറേ ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന് ഐ ഡി ഒക്കെ ഉണ്ട്, അതിലൊക്കെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള സമയമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഏകദേശം ഇവിടെ നിന്ന് 7 മണിയാകുമ്പോൾ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഒരു 8:30 ആകുമ്പോഴാണ് ട്രെയിൻ. അപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ഇതാണ് കോഴിക്കോടിലെ അടിപൊളി വിശേഷങ്ങൾ. പോണ വഴിയിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ഫുഡ് കഴിക്കാൻ പോട്ടെ എന്തായാലും. ഞങ്ങൾ സ്ട്രീറ്റ് കണ്ടില്ലേ നിങ്ങൾ, അടിപൊളിയായിട്ടാ. ലൈറ്റൊക്കെ ഇട്ട് എല്ലായിടത്തും സെറ്റായിട്ടാണല്ലോ, ഒരു രക്ഷയില്ല. എടാ ഓക്കെ അല്ലേ, പോവല്ലേ? അടുത്ത പരിപാടി ഞാൻ അക്കുൻ്റെ കൂടെ നടക്കുക. പിന്നെ ജ്യൂസ് കിട്ടുന്ന കട എവിടെയാ? ഈ റോഡ് സൈഡ് തന്നെ നല്ല സ്ട്രീറ്റ് ഫുഡ് എന്തെങ്കിലും ഉണ്ടോ? ജ്യൂസസ് ആ, എന്നാൽ പിന്നെ അത് കഴിക്കാം. അത് കഴിച്ചാൽ പോരാ എന്നാ മിനി ചേട്ടാ, മതി. ആ അങ്ങനെ കാളനൊന്നും വേണ്ടടാ. ലൈറ്റ് അർജുന മതിയായിട്ടല്ലേ ബിരിയാണി? അല്ല അർജുനാണ് കഴിക്കണം പറഞ്ഞല്ലേ, പേരയാണെന്ന്. പേരകളിൽ നമുക്ക് ബിരിയാണി കഴിക്കാനുണ്ട്. പക്ഷേ എന്താ സീന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 മണിയാകുമ്പോഴാണ് നമ്മൾ എന്തായിരുന്നു അപ്പോൾ നമ്മൾ കാലത്ത് കഴിച്ച് റഹ്മത്ത്. ആ നമ്മൾ പേരാണെന്ന് കഴിക്കാനുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഹ്മത്തും നമ്മൾ ഉച്ചയ്ക്കല്ല കഴിച്ചത്, 4 മണിയാകുമ്പോഴാണ് കഴിച്ചത്. അതുകൊണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനി വയറ്റിൽ കയറില്ല, പിന്നെ നല്ല വിശപ്പുണ്ടെങ്കിലൊക്കെ പറ്റുള്ളൂ. അതാണ് സീന്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ചെറുതായിട്ട് ലൈറ്റായിട്ട് കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വിടാം. അവിടെ നിന്ന് ട്രെയിൻ കയറുന്നു പോകുന്നു. കോഴിക്കോട് ബീച്ച് അടിപൊളിയായി പോണ വഴിയിൽ കാഴ്ചകളാണ്. അങ്ങനെ ഞങ്ങളുടെ ട്രെയിനിലെത്തിയിട്ടാണ് നേരെ പാലക്കാട്. അടുത്തൊരു ട്രെയിനുണ്ട്. നമ്മൾ വന്നൊരു ട്രെയിൻ കോഴിക്കോട് നിന്ന് കയറി വന്ന് അടുത്തൊരു ട്രെയിനുണ്ട്. അതൊരു 20 മിനിറ്റ് നേരത്തെ പോകുന്നതാണ് നമ്മുടെ അപ്പൂച്ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ബിരിയാണി ജിഷ്ണു അതുകൊണ്ടല്ലേ കഴിക്കണേ. ചോറിനേന് കൂട്ടം കൂടുന്നതൊക്കെ. അപ്പോൾ നമ്മൾ 20 മിനിറ്റിന് വേണ്ടി വേറൊരു ട്രെയിനും കൂടെ മാറി കയറാനുള്ള ചെറിയ പ്ലാനാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ പ്ലാൻ മാറ്റി. അതെ, ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ പക്ഷെ ഭ്രാന്തന് ജിഷ്ണു ഉറങ്ങിയായിരുന്നു കേട്ടോ. ജിഷ്ണു വലിയേട്ടാ പോയി വിളിച്ചെടുത്തിയതാണ്. അപ്പം നമുക്ക് ഷൊർണൂർ ഇറങ്ങിയിട്ട് 20 മിനിറ്റ് ആ ട്രെയിൻ, ഇതിൻ്റെ ബാക്കിലൊരു ട്രെയിൻ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ വന്ന ട്രെയിനാണ്. നമ്മളിവിടെ ഇറങ്ങി നമ്മൾ ജനറൽ എടുത്തുകൊണ്ട് നമുക്ക് മാറി കയറാം. അപ്പോൾ ഒരു 20 മിനിറ്റ് നേരത്തെ നമുക്ക് പാലക്കാട് എത്താം. ആ 20 മിനിറ്റ് കൊണ്ട് പാലക്കാട് എത്തി എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാമെന്നുള്ള പ്ലാനാണ് കേട്ടോ. ഇപ്പോൾ ഷൊർണൂർ എത്തി. നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ പാലക്കാടും കൂടെ എത്തും. ഷൊർണൂർ നല്ല മഴ കേട്ടോ. ഞങ്ങൾ വേറെ ട്രെയിൻ മാറി കയറി. അതാണ് നമ്മൾ വന്ന ട്രെയിൻ. നമ്മൾ ഇതിൽ കരുതാകുമ്പോൾ ഒരു 20 മിനിറ്റ് നേരത്തെ എത്തും. എല്ലാവരും ഉണ്ട് കേട്ടോ. ഷൊർണൂർ മതിയായ മഴ കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ? നമ്മൾ കാത്തുനിന്നിട്ടല്ല, നമ്മൾ വന്ന ട്രെയിന് പോയി. ആ ട്രെയിന് പോയി. ഇനി നമ്മളിതിൽ നേരത്തെ എത്തുമെന്ന് പറഞ്ഞാൽ കയറിയത്. പക്ഷെ അതാ ഫസ്റ്റ് പോയത്. നമുക്കറിയില്ല, നോക്കാം. ഇയാൾ വണ്ടി തള്ളു വണ്ടി കേട്ടോ. നടന്നു പോണം ഇഡ്ഡലി വട കടാട്ട മറ്റേ ചായ. എന്താണ് ഇഡ്ഡലി വട വേണം? ചായ എന്തെങ്കിലുമൊക്കെ പറയൊക്കെ വേണം. നല്ല മഴ. ഒരു കോട്ടൊക്കെ ഇട്ട് കച്ചവടം ചെയ്യാണ്ടില്ലേ. അങ്ങനെ മച്ചാമാരെ നമ്മൾ
പാലക്കാട് എത്തി. സംഭവം എന്താന്ന് വെച്ചാ നമ്മുടെ അക്കുമില്ല, നമ്മുടെ അക്കു നമ്മളെ കൊണ്ട് ട്രെയിന് മാറി കയറാൻ പറഞ്ഞു. ഇതാണ് നമ്മൾ ഷോർട്ട് മാറിയിട്ട് ഇതിൽ കയറി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിൻ എത്തേണ്ടത് ഈ ട്രെയിൻ അരമണിക്കൂർ നേരത്തെ. അപ്പം നാച്ചുറലി നമ്മൾ ഫുള്ള് വള്ളി വൈകി ജിഷ്ണു പാവം ഉറങ്ങിക്കിടന്നിട്ടാ വിളിച്ചെഴുതിയിട്ട് ട്രെയിൻ മാറ്റിയത്. എന്നിട്ട് ആ ട്രെയിന് മെല്ലെ എത്തിയത്. നല്ല ടയേർഡാണ്. ഇനി നേരെ വീട്ടിൽ പോയി കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ എൻ്റെ ആക്കുകയാണ്. അതുകൊണ്ട് അക്കു വിനീതൊക്കെ പോയിട്ടുണ്ട്. അവർ ഫുഡ് ഹോട്ടലിൽ തുറന്നിട്ടുണ്ടോ നമ്മൾ നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അടിപൊളി കിടിലം വീഡിയോ ആയിട്ട് ഇനി ഒരു ദിവസം വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ. അപ്പോൾ അവർ പോയിട്ടുണ്ട്. ചിലപ്പോൾ ഫുഡ് കഴിക്കും, അതതിൻ്റെ കഴിക്കുള്ളൂ. അപ്പോൾ ഓക്കെ, സീ യു.